കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഡെവലപ്മെന്റുകൾ നമ്മുടെ മുന്നിൽ നടക്കുകയാണ്. അതായത് കോൺഗ്രസിലെ തമ്മിലടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് എത്രയോ കോൺഗ്രസ് ഉള്ള കാലമായി നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് അറിയുന്ന കാലം മുതൽ ഇത് കേൾക്കുന്നതാണ്, തമ്മിലടിച്ച നേതാക്കൾ എന്ന കാര്യം. പക്ഷേ അത് ഈ സതീശൻ സുധാകര യുഗത്തിൽ അത് മറ്റൊരു തലത്തിലാണ്. കണ്ടാൽ തന്നെ തെറിവിളിയും ബഹളവും ഒക്കെയായിട്ട് വേറൊരു തലത്തിൽ നിൽക്കുകയാണ് കോൺഗ്രസിലെ തമ്മിലടി എന്ന് പറയുന്നത്. ഇതിനിടയിൽ കോൺഗ്രസിലൊരു നേതൃമാറ്റത്തിൻ്റെ സാധ്യതകൾ തേടുകയാണ് AICC എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇപ്പോൾ നേതാക്കളുമൊക്കെയായിട്ട് വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി. അവർക്കാണല്ലോ കേരളത്തിൻ്റെ ചുമതലയുള്ളത്. കൂടിക്കാഴ്ചയിൽ കെ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. അപ്പോൾ ആ രീതിയിൽ സതീശനെ മാറ്റാനുള്ള കരുനീക്കങ്ങൾ സതീശനെയല്ല സുധാകരനെ മാറ്റാനുള്ള കരുനീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് സുധാകരൻ്റെ പരിമിതികൾ ചർച്ചയാക്കുന്നു ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ ഒരു വിഭാഗം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉചിതമായ തീരുമാനമെടുക്കണമെന്ന ഹൈക്കമാൻഡ് എടുക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സുധാകരൻ മാറണമെന്ന സൂചന നൽകി VD സതീശൻ. ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ബ്രേക്കിംഗ് ആയി എത്തുകയാണ്. സുധാകരൻ മാറണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നൃപൻ, വളരെ പ്രധാനപ്പെട്ട നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുധാകരൻ മാറണമെന്ന് ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ VD സതീശൻ ആവശ്യപ്പെട്ടു എന്ന് കേൾക്കുന്നു. അതായത് സുധാകരൻ ഒരുപാട് പരിമിതികളുണ്ട്, അത് പ്രവർത്തനത്തിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ദീപാദാസ് മുൻഷിക്ക് മുന്നിൽ നേതാക്കൾ ധരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ വിഷയങ്ങളിൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച വെവ്വേറെയാണ് നേതാക്കളുമായി അവർ കൂടിക്കാഴ്ച നടത്തിയത്. ഓരോ നേതാക്കളുമായും സംഘടനാ വിഷയങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണം, അവരുടെ അഭിപ്രായം എന്താണ്, കേരളത്തിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെവ്വേറെയായിരുന്നു ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിൽ പല നേതാക്കളും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ തുടങ്ങിയ നേതാക്കളെ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ചയിൽ കണ്ടിരുന്നു. VS ശിവകുമാറിനെ കണ്ടിരുന്നു, MM ഹസനെ കണ്ടിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഓരോ നേതാക്കളും, താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകർ, പോഷക സംഘടന ഭാരവാഹികൾ, ഒപ്പം തന്നെ KPCCയുടെ ഭാരവാഹികൾ, അങ്ങനെ ഓരോരുത്തർക്കും കാണാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. പലരെയും അവർ നേരിട്ട് തന്നെ വിളിപ്പിച്ച് കാര്യങ്ങൾ സീനിയർ നേതാക്കളുമായി ആരാഞ്ഞു. അതിലാണ് കേരളത്തിൽ നേതൃമാറ്റം വേണമോ സമ്പൂർണ്ണ പുനഃസംഘടനയാണോ വേണം എന്ന കാര്യത്തിൽ തർക്കം നടക്കുന്നത്. പലരും കെ സുധാകരൻ മാറുന്നത് സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഒന്ന്, രമേശ് ചെന്നിത്തല പോലത്തെ നേതാക്കൾ വിളിച്ചു ചേർത്ത ദീപാദാസ് മുൻഷിയോട് നേരിട്ട് അഭിപ്രായമായി പറഞ്ഞത് ഇക്കാര്യത്തിൽ ചില പരിമിതികളും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അത് പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ഈ കാര്യങ്ങളിൽ കെ സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഒപ്പം തന്നെ ഐക്യത്തിൻ്റെ കാര്യത്തിൽ കെ സുധാകരൻ മാത്രമല്ല, ഇക്കാര്യത്തിൽ VD സതീശന് വ്യക്തമായ പങ്കുണ്ട്. പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ തന്നെ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കണം. KPCC യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. ഇക്കാര്യങ്ങളിൽ രണ്ട് നേതാക്കൾക്കും ഒരുമയോടെ പ്രവർത്തിക്കാനുള്ള തുല്യ ഉത്തരവാദിത്വമുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് അവരെ തിരുത്തണം എന്നതാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. പക്ഷേ VD സതീശൻ വൈകിട്ട് ദീപാദാസ് മുൻഷിയെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടത് ഉചിതമായ തീരുമാനം നേതൃമാറ്റത്തിൽ ഹൈക്കമാൻഡ് എടുക്കണം എന്ന ആവശ്യമാണ്. മറ്റ് പലതരത്തിലുള്ള പരിമിതി ഇക്കാര്യങ്ങളിൽ KPCC അധ്യക്ഷനുണ്ട്. അതുകൊണ്ട് നേതൃമാറ്റം ഉണ്ടാകണം, ഒപ്പം തന്നെ സമ്പൂർണ്ണ പുനഃസംഘടന വേണം എന്ന നിലപാടാണ് VD സതീശൻ മുന്നോട്ട് വെച്ചത് എന്നതാണ്. പുതിയൊരു നേതാവിനെ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം, ഒപ്പം തന്നെ ഒഴിവുകൾ മുഴുവൻ നികത്തി സമ്പൂർണ്ണമായി ഒരു പുനഃസംഘടന KPCCയിൽ വേണം എന്ന ആവശ്യം VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ചില നേതാക്കൾ മുന്നോട്ട് വച്ച കാര്യം ഒഴിവുകൾ മാത്രം നികത്തുക, സുധാകരൻ തുടരട്ടെ, ഐക്യം ഉറപ്പിച്ച് മുന്നോട്ട് പോകുക, സമ്പൂർണ്ണ പുനഃസംഘടന വേണമോ, ഈ കാര്യങ്ങളിൽ നേതൃമാറ്റം മാത്രം വേണമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും കോൺഗ്രസ് തുടരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അന്തിമ തീരുമാനമെടുക്കേണ്ട ഹൈക്കമാൻഡാണ്. പക്ഷേ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇങ്ങോട്ട് അറിയിച്ചിട്ടില്ല. നേതൃമാറ്റം വേണമെങ്കിൽ പകരം ആരാണ് എന്ന ചോദ്യം ദീപാദാസ് മുൻഷി പല നേതാക്കളോടും പ്രത്യേകം ചോദിച്ചു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേര് ഈ പറയുന്ന നേതാക്കൾ തന്നെ മുന്നോട്ട് വയ്ക്കണമെന്ന ആവശ്യവും ദീപാദാസ് മുൻഷി മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ പലതരത്തിലുള്ള തർക്കം കേരളത്തിലെ കോൺഗ്രസ് തുടരുകയാണ്.
സതീശനും കെ സുധാകരനും ഒരുമിച്ച് പോകുന്നില്ല. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിരിക്കുന്നു. ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം പോലും നടത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കോൺഗ്രസ് മാറുന്നു. സുധാകരൻ മാറണമെന്ന് വി.ഡി. സതീശൻ ആവശ്യപ്പെടുന്നു. പക്ഷേ സുധാകരൻ പദവിയിൽ തുടർന്നുകൊണ്ട് തന്നെ പുനഃസംഘടന ഒഴിവുകൾ നികത്താൻ മതിയെന്ന് സീനിയർ നേതാക്കൾ പറയുന്നു. അങ്ങനെ അടിമുടി ആശയക്കുഴപ്പമാണ് കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നത്. മനു, അല്ല, അങ്ങനെ ഇപ്പോൾ സുധാകരനെ മാറ്റണമെന്ന് സതീശൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ എളുപ്പം മാറ്റാൻ കഴിയുമോ? സുധാകരനെ മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കും എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ തലവേദനയല്ലേ? സുധാകരൻ എപ്പോഴും പറയുന്നത് ഞാനും സതീശനും ഒരുമിച്ച് വന്നവരാണ് ഇപ്പോഴത്തെ നേതൃതലത്തിലേക്ക്. മാറ്റുകയാണെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ച് മാറ്റുക എന്നതാണല്ലോ സുധാകരന്റെ നിലപാട്. അപ്പോൾ സുധാകരനെ മാത്രം മാറ്റാൻ തീരുമാനമെടുത്താൽ മറുപടി സുധാകരന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ വരും എന്നൊരു വലിയ ആശങ്ക കോൺഗ്രസിന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നില്ലേ? തീർച്ചയായും മുല്ലപ്പള്ളി രാമചന്ദ്രനെ അവഹേളിച്ച് ഇറക്കി വിട്ടതുപോലെ അങ്ങനെ പെട്ടെന്ന് KPCC ആസ്ഥാനത്ത് നിന്ന് ഇറക്കി വിടാൻ കഴിയുന്നൊരു നേതാവല്ല കെ സുധാകരൻ. ഇതിൻ്റെ ഒരു ഭയം മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് വി.ഡി. സതീശൻ ഉയർത്തുന്ന കടുംപിടുത്തം അതേ അർത്ഥത്തിൽ ഉയർത്താത്തതിന് കാരണം ഇതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ സുധാകരൻ എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ പരസ്യമായി പെട്ടെന്നൊരു ദിവസം സുധാകരനെ മാറണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതമുണ്ടാകും. അതുകൊണ്ട് സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്ത് നിലവിലെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കി സുധാകരനെ കൂടി ബോധ്യപ്പെടുത്തി ഒരു പുനഃസംഘടനയിലേക്ക് പോകണമെന്ന നിലപാടാണ് സീനിയർ നേതാക്കൾക്കുള്ളത്. ഒപ്പം തന്നെ വി.ഡി. സതീശൻ്റെ നിലപാട് കുറച്ചുകൂടി കടുംപിടുത്തമാണ്. കാരണം സമ്പൂർണ്ണ പുനഃസംഘടന നടത്തണം, താൻ പറഞ്ഞ ഒരാളിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം. പലരെയും വി.ഡി. സതീശനുമായി അടുപ്പമുള്ള ഒരു വിഭാഗം നേതാക്കളുണ്ട്. അത് യുവനിരയിലുള്ള ചില നേതാക്കളാണ്, പോഷക സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ചില നേതാക്കളാണ്. അവരെയൊക്കെ KPCCയുടെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവന്ന് സംഘടന പൂർണ്ണമായും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക. ഒപ്പം തന്നെ താനാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന സന്ദേശം കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും താഴെത്തട്ടിലുള്ള അണികൾക്കും കൊടുക്കുക എന്ന തരത്തിലുള്ള ഒരു വാശി വി.ഡി. സതീശനുണ്ട്. ഇത് മുതിർന്ന നേതാക്കൾ ആയിട്ടുള്ള മുൻ KPCC അധ്യക്ഷന്മാർ, മുതിർന്ന നേതാവ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കടുംപിടുത്തത്തിലേക്ക് പോകാൻ ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് തയ്യാറാകില്ല. ഒരു സമവായ ശ്രമമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരുക്കങ്ങൾക്ക് സമയമായി. അതിൻ്റെ യോഗത്തിൽ പോലും വി.ഡി. സതീശൻ വിട്ടുനിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സമവായം എന്ന ഘട്ടത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുമ്പോഴും കടുംപിടുത്തം ഒരു ഘട്ടത്തിൽ ഒരു വശത്ത് വി.ഡി. സതീശൻ തുടരുന്നു. മുതിർന്ന നേതാക്കളുടെ പിന്തുണ കെ സുധാകരൻ ലഭിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ കെ സുധാകരനെ കൂടി വിശ്വാസത്തിലെടുക്കാതെ പുനഃസംഘടന പൂർത്തിയാക്കാനാകില്ല. അങ്ങനെ പെട്ടെന്ന് കെ സുധാകരനെ എടുത്ത് മാറ്റി ഈ പദവിയിൽ നിന്ന് ഒരു ദിവസം സ്ഥാനഭ്രഷ്ടനാക്കി മാറ്റാൻ കഴിയുന്നൊരു നേതാവല്ല. കാരണം കെ സുധാകരൻ എന്ത് സമീപനമാണ്, എന്ത് പ്രതികരണമാണ് ഇക്കാര്യത്തിൽ നടത്തുക എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് പോലും ഒരു പിടുത്തമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സമവായ ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. വി.ഡി. സതീശൻ തൻ്റെ കടുംപിടുത്തം തുടരുന്നു. താനാണ് പാർട്ടി എന്ന നിലപാട് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പോലും ഉന്നയിക്കുന്നു. അവിടെ വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളും വാക്കേറ്റങ്ങളും തർക്കത്തിലും ഉഴലുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. അല്ല, വളരെ ലളിതമായി പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായി നമുക്ക് ചുരുക്കി എഴുതാം. അതായത് ഒരുമിച്ചിരുന്ന ഒരു വാർത്താ സമ്മേളനം നടത്താൻ പോലും കഴിയാത്ത ഒരു സംഘടനാ നേതൃത്വം എങ്ങനെ ആ സംഘടനയുടെ പുനഃസംഘടന അതല്ലെങ്കിൽ അഴിച്ചുപണി നടത്തും? വളരെ ലളിതമായി അങ്ങനെ പറഞ്ഞാൽ പോരെ? തീർച്ചയായും ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം ഹൈക്കമാൻഡ് തീരുമാനിച്ച് നൽകിയിട്ട് ഇന്നലെ 10:30 മണിക്കാണ് വാർത്താ സമ്മേളനത്തിൽ സമയം നൽകിയിരുന്നത്. വി.ഡി. സതീശൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു രാത്രി വരെ. കെ സുധാകരൻ ഉച്ചയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയത്. 10:30 വാർത്താ സമ്മേളനം നടത്താൻ ആവുന്ന സമയം രണ്ട് നേതാക്കൾക്കുണ്ടായിരുന്നിട്ട് പോലും ദീപാദാസ് മുൻഷിയുടെ നിർദ്ദേശം അവിടെ നേരത്തെ പറഞ്ഞിരുന്നു, കെ.സി. വേണുഗോപാൽ നിർദ്ദേശം നൽകിയിരുന്നു. അവർ തലസ്ഥാനത്തുണ്ടായിട്ട് പോലും ഒരു വാർത്താ സമ്മേളനം ഒരുമിച്ച് നേതാക്കൾക്ക് ഇരുന്ന് നടത്താൻ കഴിഞ്ഞില്ല. വി.ഡി. സതീശൻ അതിന് സന്നദ്ധനായില്ല. കാരണം കെ സുധാകരനൊപ്പം ഇരിക്കാൻ വി.ഡി. സതീശൻ സന്നദ്ധനായില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുതന്നെയാണ് ലളിതമായി പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ ഒരുമിച്ചിരുന്നൊരു വാർത്താ സമ്മേളനം പോലും നടത്താൻ കഴിയാത്ത മാനസികമായി അകന്ന നിലയിലാണ് നേതാക്കൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ്. പിന്നെ എങ്ങനെയാണ് പുനഃസംഘടന നടത്തുക എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഹൈക്കമാൻഡ് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും. മനു, ശരി നിർഭൻ, ഏതായാലും ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം പോലും നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് കോൺഗ്രസിന്റെ തമ്മിൽ തല്ലും കാര്യങ്ങളുമൊക്കെ മാറിയിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അതായത്
ഈ സതീശൻ പറയുന്നത് സുധാകരനെ എന്തായാലും മാറ്റിയേ പറ്റൂ എന്ന നിലയിലാണ്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വി ഡി സതീശൻ നിലപാടെടുക്കുന്നു. പക്ഷേ സുധാകരനെ ആ രീതിയിൽ മാറ്റാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മുതിർന്ന നേതാക്കൾക്ക് അതിൽ നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരൊക്കെ സ്വീകരിക്കുന്നത്. മറ്റൊന്ന്, രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ ബലം കിട്ടുന്നു എന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഹൈക്കമാൻഡിന് മുൻപിൽ. ഇതൊക്കെ സതീശനെ സംബന്ധിച്ച് വളരെ തിരിച്ചടികളാണ്. കാരണം സതീശൻ്റെ ഒരു അപ്രമാദിത്വം അവസാനിക്കുന്നു എന്ന സൂചനകളൊക്കെ ലഭ്യമാകുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്.